കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം നിർവഹിക്കും. മറിപ്പുഴ പദ്ധതി പ്രദേശത്താണ് ചടങ്ങ്. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 8.73 കിലോമീറ്റർ തുരങ്കപാതയുടെ ബ്ലാസ്റ്റിംഗ് ആണ് ഇന്ന് നടക്കുക. VS രഞ്ജിത്തും സിനോജ് തോമസും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം രഞ്ജിത്തിലേക്ക് പോകാം. രഞ്ജിത്ത്, വയനാട് കോഴിക്കോട് ബന്ധിപ്പിക്കുന്ന ഒരു മേഖലയുടെ ഒരു വലിയ ജനവിഭാഗത്തിന്റെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിക്കാണ് 4 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴാണ് ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കമാവുക? മധു, അല്പസമയത്തിനകം അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നിർവഹിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി തന്നെ നിർവഹിച്ചത്. ഇതിപ്പോൾ അതിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിട്ടുള്ള ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ്, ഈ ഇരട്ട തുരങ്കത്തിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എത്തുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ പദ്ധതി എത്രത്തോളം അഭിമാനകരമാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ്. അദ്ദേഹം അല്പസമയത്തിനകം ഈ പദ്ധതി പ്രദേശത്തേക്ക്, മറിപ്പുഴ ഭാഗത്തേക്ക് എത്തിച്ചു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പദ്ധതി, ഈ ബ്ലാസ്റ്റിംഗ് നടക്കുന്നതിന്റെ അവിടെ ചുവന്ന പരവതാനി വിരിച്ചിരിക്കുന്ന ഭാഗത്താണ് കർമ്മം നടക്കുക. അവിടേക്ക് മുഖ്യമന്ത്രി ശേഷം ഇവിടെ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, പെട്ടെന്ന് പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാത നിർമ്മാണം നടക്കുക. 2134 കോടി രൂപയാണ് പദ്ധതി ചെലവ്. 4 വർഷത്തിനകം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. വയനാടിന്റെ പിന്നാക്കാവസ്ഥയെ, യാത്രാ സൗകര്യം അടക്കമുള്ള പ്രതിസന്ധികളെ ഒക്കെ പരിഹാരമായി കേരളം വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന തുരങ്കപാതയുടെ നിർമ്മാണം തന്നെയാണ് നടക്കുന്നത്. VS രഞ്ജിത്ത്, സിനോജ് തോമസ് നമ്മളോടൊപ്പമുണ്ട്. സിനോജ്, മുഖ്യമന്ത്രി എപ്പോഴത്തേക്ക് എത്തും? മാധു, മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ ഇറങ്ങിയിട്ടുണ്ട്. റോഡ് മാർഗം ഈ സ്ഥലത്തേക്ക് വരികയാണ്. അതായത് സ്വർക്കംകുന്ന്, ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്വർക്കംകുന്ന് മേഖലയിലാണ് തുരങ്കം തുറന്നു തുടങ്ങുന്നത്. മുഖ്യമന്ത്രി കാറിൽ ഇവിടെ എത്തും. അതിനുശേഷം ഈ തുരങ്കം തുറന്നു തുടങ്ങുന്ന സ്ഥലത്ത് ഒരു റെഡ് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ വന്ന് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ഒരു 10 മിനിറ്റ് നേരമാണ് അവിടെ അനുവദിച്ചിരിക്കുന്നത്. അവിടെ 10 മിനിറ്റ് നേരം കൊണ്ട് ഈ തുരങ്കം നിർമ്മിക്കുന്ന കമ്പനിയിലെ ജീവനക്കാരുമായി മുഖ്യമന്ത്രി സംസാരിക്കും. ഇതിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി അവിടെ നിന്ന് റോഡ് മാർഗം ഒരു 200 മീറ്റർ അകലെയുള്ള ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് വരും. അവിടെയാണ് ഈ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. മന്ത്രിമാരായ AK ശശീന്ദ്രനും മന്ത്രി മുഹമ്മദ് റിയാസും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ഈ തുരങ്കം നിർമ്മിക്കുന്ന ആരംഭഘട്ടം ഉള്ള സ്ഥലത്തേക്ക് പോയി അവിടുന്ന് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഈ മേഖലയിലേക്ക് കടന്നു വരിക. അതായത് ഈ മറിപ്പുഴ മേഖലയിൽ വലിയൊരു ആർച്ച് പാലം കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. വലിയ ഒരു ബൃഹത്തായ പദ്ധതി, 2000 കോടി രൂപയിലധികം മുടക്കി നിർമ്മിക്കുന്ന പദ്ധതി. ഇവിടെ നിന്ന് 8 കിലോമീറ്ററും 100 മീറ്ററും പാറ തുറന്നു കഴിഞ്ഞാൽ വയനാട് മേപ്പാടി മീനാക്ഷി പാലത്തിനടുത്തുള്ള കള്ളാടിയിലെത്തും. ഒരു 4 വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി നിലവിൽ കാണുന്നത്. കാലാവസ്ഥയൊക്കെ തന്നെ അനുകൂലമായാൽ ഈ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. കിഫ്ബിയുടെ ഫണ്ടൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൊങ്കൺ റെയിൽവേയുടെ കൂടി മേൽനോട്ടത്തിലാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഇരട്ട തുരങ്കപാതയാണ്. രാജ്യത്തെ 2ാമത്തെ ഇരട്ട തുരങ്കപാതയാണ്. അതായത് 2 വരി വീതമുള്ള 2 തുരങ്കപാതകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയുള്ള 2 തുരങ്കപാതകളാണ് ഈ സ്വർക്കംകുന്ന് തുറന്ന് വയനാട്ടിലേക്ക് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. താമരശ്ശേരി ചുരത്തിലൂടെ പോയ എല്ലാവർക്കും അറിയാം, ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് എല്ലാവരും തന്നെ ഒരു തവണയെങ്കിലും ആ ചുരത്തിൽ കുടുങ്ങിയിട്ടുണ്ടാകും. കാരണം അത്രയധികം ഗതാഗതക്കുരുക്കുള്ള ഒരു ചുരമാണ് താമരശ്ശേരി ചുരം. വയനാട്ടിലേക്ക് പോകാനും തിരികെ വരാനുമുള്ള ഒരു ബദൽ പാത എന്ന രീതിയിലാണ് ഈ തുരങ്കപാത നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. കേരള ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവമായ ഒരു നിമിഷം കൂടിയാണ് ഈ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. തുരങ്കം നിർമ്മിക്കുന്നതിന്റെ ആദ്യം ഈ പാര തുറന്ന് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം തന്നെ നിർവഹിക്കാൻ പോകുന്നത്. ഇത് നിർമ്മാണ മേഖലയായതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരായ ആളുകൾക്കും പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് തന്നെ ഈ സ്വിച്ച് ഓൺ കർമ്മം കാണാൻ വേണ്ടി പുറത്ത് മറിപ്പുഴ സ്കൂൾ ഗ്രൗണ്ടിൽ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു 200ഓളം താഴെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. കാരണം പാറ തുറന്നുള്ള നിർമ്മാണ പ്രവൃത്തിയാണ്, അപകട സാധ്യതയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ ശേഷം മാത്രമാണ് ഈ ഉദ്ഘാടന പരിപാടി നടത്താൻ വേണ്ടി പോകുന്നത്. ഈ തുറന്നു തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാറിയാണ് ഈ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ഉൾപ്പെടെയുള്ള വേദിയും സദസ്സൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അവിടെ വെച്ചാണ് മുഖ്യമന്ത്രി ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും 4 വർഷം കൊണ്ട് ഈ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. കഴിഞ്ഞ ഓഗസ്റ്റ് 31 തീയതിയാണ് ആനക്കാംപൊയിലിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. വെറും 6 മാസം കൊണ്ട് തന്നെ പാറ തുറക്കുന്ന
നിർമ്മാണ ജോലിയിലേക്ക് കടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതായത് ഈ മേഖല എന്ന് പറയുന്നത് മറിപ്പുഴ, വലിയൊരു പുഴ മുറിച്ചു കടന്നു വേണം ഈ സ്ഥലത്തേക്ക് വരാൻ. അവിടെ ആകെ ഉണ്ടായിരുന്ന തൂക്കുപാലമാണ്. അവിടെ താൽക്കാലിക പാലം മണ്ണിട്ട് പാലം നിർമ്മിച്ചാണ് ഇത്ര വലിയ യന്ത്ര സാമഗ്രികളൊക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് 6 മാസം കൊണ്ട് ഈ സ്ഥലം ഒരുക്കി ഇവിടേക്ക് യന്ത്ര സാമഗ്രികളും തൊഴിലാളികളും എത്തി ഈ പാറ തുറക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കി. ഇത് ഈ സമാനമായ രീതിയിൽ തന്നെ വയനാട് ഭാഗത്തും കള്ളാടി സമാനമായ വി.എസ്. രഞ്ജിത്ത് കൂടി നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, വലിയ സ്വപ്ന പദ്ധതിയാണ് എന്നുള്ളതാണ്. കേരളം എത്രത്തോളം പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒന്നാണ്. നമുക്കറിയാവുന്നതാണ്, വയനാട് വളരെ പരിസ്ഥിതി ലോല മേഖലയാണ്. അവിടേക്ക് എത്തിച്ചേരുക, അവർക്ക് പുറം ലോകവും അല്ലെങ്കിൽ കോഴിക്കോടുമായി വലിയ ബന്ധമുണ്ടാക്കുക, യാത്രാ സൗകര്യങ്ങൾ, നേരത്തെ സിനോ തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ഒന്ന് കുടുങ്ങാതെ വന്നിട്ടുള്ള എത്ര പേരുണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഒരു നാട് മുഴുവൻ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പദ്ധതിയാണ്. മധു, തീർച്ചയായിട്ടും ഇത് ഒരു നാടിന്റെ മുഴുവൻ പദ്ധതിയാണ് എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ ഒരു വികസന തുരങ്കം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പാറക്കല്ലുകൾക്ക് ഉള്ള പ്രത്യേകത, ഈ റോക്കുകൾ, ഈ പാറകൾ അത് ഏറ്റവും അനുയോജ്യമായത്, ഇത്തരത്തിൽ തുരങ്ക നിർമ്മാണം മാത്രമല്ല ഏത് എഞ്ചിനീയറിംഗ് പ്രവർത്തിക്കും ഏറ്റവും അനുയോജ്യമായ പാറക്കല്ലുകളാണ് എന്ന് വിദേശ വിദഗ്ധ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 12 മണിക്കൂറാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 12 മണിക്കൂർ 800 തൊഴിലാളികൾ എന്ന രീതിയിലാണ്. പക്ഷേ ഈ മല തുറക്കുന്ന സമയത്ത് അത് 24 മണിക്കൂറായി ഇരട്ടി തൊഴിലാളികൾ പണി നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് ഒരു കട്ട് ആൻഡ് കവർ എന്ന് പറയുന്ന ഒരു വിദേശ ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ പ്രവൃത്തിയെ ബാധിക്കില്ല. ഇത് മഴക്കാലമാണെങ്കിലും ഈ പ്രവൃത്തി തുരങ്കത്തിനകത്ത് നടക്കും എന്നുള്ളതാണ് അതിൽ മറ്റൊരു പ്രത്യേകതയായി പറയേണ്ടത്. അപ്പോൾ 4 വർഷം 2000 കോടി രൂപ ആ പദ്ധതി ചെലവിനുള്ളിൽ നമുക്ക് പൂർത്തിയാകും എന്നുള്ളതാണ്. ഒരു അത്ഭുതകരമായ ഒരു സൃഷ്ടിയായി ഇത് മാറും. ഇന്ത്യയിൽ തന്നെ വലിയ തുരങ്കപാതയായി, എനിക്ക് 8 കിലോമീറ്ററാണ്, അതിൽ 9 മീറ്റർ അതിൻ്റെ ഹൈറ്റാണ്, 9.25 അതിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യയിലുള്ള തുരങ്കപാതകളിൽ വെച്ച് സാമാന്യം ഭേദപ്പെട്ട വലിയ തുരങ്കപാതയായിരിക്കും ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ വേഗത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കിഫ്ബി അതിന്റെ ഫണ്ടിംഗ് നടത്തുന്നു. കൊങ്കൺ റെയിൽവേയാണ് അതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞു. കുറച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, 2ാമത്തെ അനുമതിക്ക് വേണ്ടി ഫെബ്രുവരി 24-ാം തീയതിയാണ് 2ാമത്തെ അനുമതി കിട്ടിയത്. ആ അനുമതി കിട്ടിയ ഉടൻ തന്നെ ബ്ലാസ്റ്റിങ്ങിനുള്ള അറിയാവുന്നതാണ്. താമരശ്ശേരി ചുരം എന്നതുപോലും ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. നമുക്ക് കരിന്തണ്ടന്റെ കഥയൊക്കെ അറിയാം. അവിടെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. പുതിയ കാലത്ത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില അടിസ്ഥാന സൗകര്യ വികസനം മാത്രമാണ് സാധിച്ചത്. പക്ഷെ നമ്മൾ ഈ കാലത്തു നിന്ന് പുതിയ ലോകത്തിന് വേണ്ടി, പുതിയ നാടിന് വേണ്ടി, അതിന്റെ വികസനത്തിന് വേണ്ടി ഒരു പുതിയ പദ്ധതിക്ക്, സ്വപ്ന പദ്ധതിക്ക് തുടക്കമിടുകയാണ്.